ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക് അരീന. കഴിഞ്ഞ T20 വേൾഡ് കപ്പ് അവസാനിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ പരിശീലകനായിരുന്ന രാഹുൽ ദ്രാവിഡ് ആ ഒരു പരിശീലക സ്ഥാനത്ത് നിന്നും പടിയിറങ്ങിയത്. അതിനുശേഷമാണ് ഗൗതം ഗംഭീർ എല്ലാ ഫോർമാറ്റുകളിലും ഇന്ത്യയുടെ പരിശീലകനായിക്കൊണ്ട് ചുമതലയേറ്റത്. പക്ഷേ ഒരു ബുദ്ധിമുട്ടേറിയ തുടക്കമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതായത് ശ്രീലങ്കയോട് ഏകദിനത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു. ന്യൂസിലാൻഡിനോട് സ്വന്തം നാട്ടിൽ വെച്ചുകൊണ്ട് ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ നാണം കെട്ടിരുന്നു. അതിനുശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന BGT സീരീസിലും ഇന്ത്യ പിറകിലാണ്. പ്രമുഖ ന്യൂസ് ഏജൻസിയായ PTIയെ ഉദ്ധരിച്ചുകൊണ്ട് സർക്കിൾ ഓഫ് ക്രിക്കറ്റ് ഒരു ലേഖനം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഗൗതം ഗംഭീറിന്റെ ഭാവി ഇപ്പോൾ തുലാസിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. വരുന്ന ചാമ്പ്യൻസ് ട്രോഫി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഗൗതം ഗംഭീറിന് തൻ്റെ ഈ ഒരു പരിശീലക സ്ഥാനം വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. BCCIയുടെ ഒരു ഒഫീഷ്യൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ PTIയോട് പറഞ്ഞിട്ടുണ്ട്. ആ ഒഫീഷ്യലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: BGT സീരീസിൽ ഇനി ഒരു ടെസ്റ്റ് മത്സരം കൂടി അവശേഷിക്കുന്നുണ്ട്. അതിനുശേഷം ചാമ്പ്യൻസ് ട്രോഫിയും ഉണ്ട്. ഇന്ത്യയുടെ പെർഫോമൻസ് പുരോഗതി കൈവരിച്ചിട്ടില്ലെങ്കിൽ ഗൗതം ഗംഭീറിന്റെ സ്ഥാനം സുരക്ഷിതമാവില്ല. BCCIയുടെ ഫസ്റ്റ് ചോയ്സ് ഒരിക്കലും ഗൗതം ഗംഭീർ ആയിരുന്നില്ല, അത് VVS ലക്ഷ്മണ ആയിരുന്നു. കൂടാതെ കുറച്ച് വിദേശ പരിശീലകരെയും പരിഗണിച്ചിരുന്നു. എന്നാൽ അവർക്ക് 3 ഫോർമാറ്റുകളും ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ഇതോടുകൂടിയാണ് ഗൗതം ഗംഭീറിലേക്ക് എത്തിയത്. ഇതാണ് BCCIയിലെ ഒരു ഒഫീഷ്യൽ പ്രമുഖ വാർത്താ ഏജൻസിയായ PTIയോട് പറഞ്ഞിട്ടുള്ളത്. ഗൗതം ഗംഭീറിനെ 3 ഫോർമാറ്റിലേക്കും പരിശീലകനായി നിയമിച്ചതിൽ പലർക്കും എതിർപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തെ T20യിൽ മാത്രമായി നിയമിക്കണമായിരുന്നു എന്നാണ് പലരുടെയും അഭിപ്രായം. ഏതായാലും ഈ വർഷം ഇന്ത്യക്ക് ഇനി ഒരുപാട് മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നുണ്ട്. ടീമിന്റെ പ്രകടനം മോശമായാൽ ഗൗതം ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒട്ടും എളുപ്പമായിരിക്കില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.